ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ മുൻ നേതാവ് ശ്രീ CR നീലകണ്ഠൻ നമ്മോടൊപ്പമുണ്ട്. ശ്രീ CR നീലകണ്ഠൻ, അങ്ങ് ആം ആദ്മി പാർട്ടിയുടെ ഒപ്പമുണ്ടായിരുന്ന വ്യക്തിയാണ്. ഈ കേസിന്റെ ഘട്ടങ്ങളിലൊക്കെ അങ്ങ് ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ വിചാരണ കോടതി, CBI പ്രത്യേക കോടതി കേജ്രിവാൾ അടക്കം മുഴുവൻ ആം ആദ്മി പാർട്ടി നേതാക്കളെയും കുറ്റമുത്തരാക്കുന്നു. ഈ കേസ് തന്നെ ഇല്ല എന്ന് പറയുന്ന ഈ ഘട്ടത്തിലെ അങ്ങ് എങ്ങനെ കാണുന്നു? സ്മൃതി, വളരെ വളരെ നിർണായകമായ ഒരു ഘട്ടമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. കാരണം അഴിമതിക്കെതിരെ രാഷ്ട്രീയം മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അധികാരത്തിൽ വന്ന അരവിന്ദ് കെജ്രിവാളിന്റെയും ആം ആദ്മി പാർട്ടി ഇവിടെ എന്താ പറയുക, അവരില്ലാതായി, അവർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു എന്ന രൂപത്തിലുള്ള വ്യാപകമായ പ്രചരണം. കേസ് ഒരു വശത്ത് 155 ദിവസം മുഖ്യമന്ത്രി ജയിലിൽ, 565 ദിവസം ഉപമുഖ്യമന്ത്രി ജയിലിൽ, മറ്റൊരു മന്ത്രി 1 വർഷത്തിലേറെ ജയിലിൽ, ഇങ്ങനെയൊക്കെ കിടന്ന ഒരു ഘട്ടത്തിൽ ആ പാർട്ടിക്കെതിരായി വ്യാപകമായ പ്രചരണം, ഈ പറഞ്ഞ പോലെ 1000 കോടി. എനിക്കിപ്പോഴും സംശയമുള്ളത് അത് മാത്രമല്ല, ഇതിൽ ഏറ്റവും വിചിത്രമായ ഒരു കാര്യം ആം ആദ്മി പാർട്ടി കേസിൽ പ്രതിയാണെന്നുള്ളതാണ്. ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പോലീസിന്റെ ചരിത്രത്തിൽ ഒരു പാർട്ടിയെ പ്രതിയാക്കുന്ന ആദ്യത്തെ കേസായി. ആദ്യത്തെ കേസ്. ഇതിനു മുമ്പ് ഒരു പാർട്ടിയെ പ്രതിയാക്കിയിട്ടില്ല. ഇപ്പൊ നാഷണൽ ഹെറാൾഡ് കേസ് ഇതുപോലെ തന്നെ തള്ളിപ്പോയി. അതിലും കോൺഗ്രസ് പ്രതിയല്ല, കോൺഗ്രസ് നേതാക്കന്മാരേ ഉള്ളൂ. ഇവിടെ ആദ്യമായിട്ട് അതെന്താ വെച്ചാൽ പാർട്ടിയെ നശിപ്പിക്കുക എന്ന് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തോടു കൂടി അവർ വളരെ കൃത്യമായി അത് ആസൂത്രണം ചെയ്തു. ആ ആസൂത്രണം അവര് ഒരു ഭാഗത്ത് വിജയിച്ചു. എങ്ങനെയാ? ഇത് 2-3-4-5 കൊല്ലം ഈ കേസ് നീട്ടിക്കൊണ്ടു പോവുകയും അതിന്റെ ഫലമായി ദില്ലിയിൽ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു താൽക്കാലികമായ ഒരു ജയം ഉണ്ടാവാൻ കഴിയുകയും, അതിലിപ്പോ നഷ്ടപ്പെട്ടത് ദില്ലിയിലെ ജനങ്ങൾക്കല്ലേ. ജനങ്ങൾക്ക് ഇപ്പോഴുള്ള ഭരണം മോശമാണെന്ന് അവിടെ BJPക്കാർക്ക് പോലും അഭിപ്രായമുണ്ട്. ആം ആദ്മിയുടെ ഭരണം വളരെ താരതമ്യേന നന്നായിരുന്നു. ഇപ്പോഴാണ് സംഭവിച്ചത്. ഇപ്പോൾ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തി അധികാരത്തിൽ വന്നൊരു സർക്കാർ ഭരണഘടനാ സ്ഥാപനത്തെ ഇത്രമാത്രം ദുരുപയോഗപ്പെടുത്തി, ഇത്രമാത്രം തെറ്റായ രീതിയിൽ അത് അവതരിപ്പിച്ച് രാജ്യത്തെ ചാനലുകൾക്ക് ഇതിലൊരു വലിയ പങ്കുണ്ട്. ചാനലുകൾ, ദേശീയ ചാനലുകൾ എന്ന് പറയുന്ന ആളുകൾ പോലും ഇതിൽ ഇത്തരത്തിലുള്ള നിലപാടെടുത്തത്, അത്തരത്തിൽ അപമാനിച്ചിട്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ എന്താ പറയാ തീയിൽ സ്വർണം പോലെ തിരിച്ചു വന്നിരിക്കുന്നു. തീർച്ചയായും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഇത്തരം ഏജൻസികൾ എടുക്കുന്ന തെറ്റായ കേസുകൾ വളരെ വളരെ അപകടകരമായ രൂപത്തിലാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കുന്നത് എന്നാണ് നമ്മൾ കാണുന്നത്. ശ്രീ CR നീലകണ്ഠൻ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്നൊരു സംവിധാനമുണ്ടെങ്കിലും പലപ്പോഴും BJPക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചില പാർട്ടികൾ ശക്തമായ ചില കേസുകളിൽ നിൽക്കും, ചില കേസുകളിൽ നിശബ്ദരാകും. ആം ആദ്മി പാർട്ടി സംബന്ധിച്ചും അത്തരം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. നിർണായകമായ ഘട്ടങ്ങളിൽ ചില വർഗീയ പരാമർശങ്ങൾ കേന്ദ്ര നേതാക്കളിൽ നിന്നുണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ പലപ്പോഴും നിശബ്ദത പാലിച്ചിട്ടുണ്ട് ആം ആദ്മി പാർട്ടി. അതുകൊണ്ട് ഈ BJPയുടെ അടുത്ത ഘട്ടത്തിൽ BJP നയങ്ങളോട് യോജിച്ച് നിൽക്കുന്ന ഒരു പാർട്ടി എന്ന രൂപത്തിലും ഒരു വിമർശനം ആം ആദ്മി പാർട്ടിക്കെതിരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കേസിലെ വിധി വന്ന ശേഷം കേന്ദ്ര സർക്കാരിനെതിരായ ഏറ്റവും വലിയ എതിരാളിയായി ആം ആദ്മി പാർട്ടി മാറുമോ? ഇപ്പോൾ ആ പാർട്ടിയിലില്ല, എന്നാൽ പോലും അങ്ങനെ എന്താണ് കരുതുന്നത്? അല്ല, എതിരാളിയായി മാറുമോ, വലുതാവുമോ, ചെറുതാവുമോ എന്നുള്ളതിനേക്കാൾ ഈ വിധി മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇന്ത്യ മുന്നണിയിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ബാധകമായ കാര്യമാണ്. ഇപ്പം DMK ആയാലും തൃണമൂൽ കോൺഗ്രസ് ആയാലും ഒക്കെ തന്നെ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ ഇതിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ സംസ്ഥാന താല്പര്യങ്ങൾ പലപ്പോഴും ദേശീയ താല്പര്യങ്ങളെ മറികടക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാന പ്രശ്നം. ഇപ്പൊ കേരളത്തിൽ CPM-ഉം കോൺഗ്രസ് 2 മുന്നണിയിലാണ്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് വേറൊരു മുന്നണിയിലാണ്. ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രധാന ശത്രുവായിരുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിനെ തോൽപ്പിച്ച് ആം ആദ്മി പാർട്ടി വന്നു. ഇത്തരം സംസ്ഥാനതല വൈരുദ്ധ്യങ്ങൾ ഇന്ത്യ മുന്നണിക്ക് പലപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. സംസ്ഥാന തലത്തിൽ ഇവർ ഓരോരുത്തരും ശക്തരാണെങ്കിലും ദേശീയ തലത്തിൽ വരുമ്പോൾ ഇവർ സംസ്ഥാന താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്നൊരു പരാതി പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയായിട്ടുള്ളത്. ഇതിൽ നിന്ന് ഇന്ത്യ മുന്നണി എന്തെങ്കിലും പാഠം പഠിക്കുമോ എന്ന് എനിക്കറിയില്ല. അവർക്ക് ഒന്നിച്ച് നിൽക്കണം എന്നൊരു താല്പര്യം, BJPയെ തോൽപ്പിക്കണമെന്ന താല്പര്യം അവർക്ക് ഉണ്ടാകുമോ, ഇന്ത്യയെ രക്ഷിക്കണമെന്ന താല്പര്യം ഉണ്ടാകുമോ എന്നതാണ് ചരിത്രം കാത്തു നിൽക്കുന്ന ഒരു കാര്യം. ശരി, വളരെ നന്ദി ശ്രീ CR നീലകണ്ഠൻ പ്രതികരിച്ചതിന്.